ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കുക്ക് വിത്ത് ലോല സതീഷ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച തീയലാണ്. വളരെ നാടൻ രീതിയിലുള്ള ഈ തീയൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി, കടുക് വറക്കാൻ വേണ്ടി കുറച്ച് ആവശ്യമുണ്ട്. അത് കുറച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഈ വെണ്ടയ്ക്ക പെട്ടെന്ന് വേവും. അതുകൊണ്ട് അത് കുറച്ച് സമയം കഴിഞ്ഞ് അതൊന്ന് തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പുളി ആദ്യം കുറേ ഒഴിച്ചു കൊടുക്കാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ തേങ്ങ ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഈ തേങ്ങ നല്ല ബ്രൗൺ ആകുന്നത് വരെ വറുത്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വേകാൻ വെച്ചത് മറ്റേ അടുപ്പിലോട്ട് മാറ്റി. അപ്പോൾ അത് വെന്ത് വരുന്നതിന് മുമ്പ് ഇത് വറുത്തെടുക്കാം. ഇതിന് ഈ വറുത്തരച്ച തീയലിനൊക്കെ തേങ്ങ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. ഇളം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇതിനത്ര ശരിയാവില്ല. പച്ചത്തീയൽ വയ്ക്കുമ്പോഴാണെങ്കിൽ നേരെ മറിച്ചാണ്. പച്ചത്തീയൽ വയ്ക്കുമ്പോൾ നമുക്ക് മൂക്കാത്ത പച്ച തേങ്ങയാണ് അനുയോജ്യമായത്. വറുത്തരച്ച തീയലിന് നല്ല മൂത്ത തേങ്ങയും വേണം. വേറൊന്നുമല്ല, തേങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. മൂത്ത തേങ്ങയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് കൊടുക്കാം. അതിലേക്ക് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇനി നമുക്കിത് റെഡിയാക്കി വെക്കാം. തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിക്കാം. ഓൾറെഡി എല്ലാം തിളച്ചതാണ്. അതിലും വെറുതെ ഒരു മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് ഒരു 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും നന്നായി ഇരിക്കും. കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ചത് കൊണ്ട് പെട്ടെന്ന് കേടാവുകയില്ല.